ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനാണ് അമ്പാടി നാരായണ പൊതുവാൾ. സ്വന്തമായ ഒരു കഥാലോകം പടുത്തുയർത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. കഥകളുടെ അന്തരീക്ഷ സൃഷ്ടിയിലും വർണ്ണനയിലും നാരായണ പൊതുവാളുടെ ഭാഷാപ്രയോഗ വ്യഗ്രത വ്യക്തമാണെന്ന് ഡോക്ടർ എം ബഷീർ മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു അപസർപ്പക കഥയാണ് ഉളി പിടിച്ച കയ്യ്. തിരുവിതാംകൂർ രാജവംശത്തോടും നാടിനോടുമുള്ള ഭക്തി ഈ കഥയിൽ പ്രകടമാണ്. രസികരഞ്ജിനി മാസികയിൽ കൊല്ലവർഷം 1081 ഈ കുറ്റാന്വേഷണ കഥ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പഴയ ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹികാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന കഥയാണ് ഉളി പിടിച്ച കയ്യ്. പോലീസും മജിസ്ട്രേറ്റും ഒന്നുമില്ലാത്ത കാലത്താണ് ഈ കഥ നടക്കുന്നത്. കുറ്റാന്വേഷണ വിദഗ്ധരായ ഇക്കണ്ടക്കുറുപ്പ് കാര്യക്കാർ വിരമിച്ചതിനു ശേഷം ആ സ്ഥാനത്ത് മമ്മദുഖാൻ എന്ന പട്ടാണി നിശ്ചയിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അനാസ്ഥ മൂലം നിരവധി കേസുകളിൽ നിരപരാധികളായ പലരും ശിക്ഷിക്കപ്പെടുന്നു. ഒരു ദിവസം കുറുപ്പ് തമ്പുരാനെ കാണായി പുറപ്പെട്ട സമയം ഒരു ആശാരി ഓടിക്കിതച്ച് വന്നു. തച്ചൻ കോപ്പൻ എന്നായിരുന്നു അയാളുടെ പേര്. മൂത്താശാരി പറങ്ങോടൻ കൊല്ലപ്പെട്ടതിൻ്റെ കാരണക്കാരൻ താനാണെന്ന് ചിന്തിച്ച് മമ്മദുഖാന്റെ ആൾക്കാർ അദ്ദേഹത്തെ പിടിക്കാൻ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും കോപ്പൻ ഇക്കണ്ടക്കുറുപ്പിനോട് അഭ്യർത്ഥിക്കുന്നു. മൂത്താശാരി കൊല്ലപ്പെടാൻ കാരണം കോപ്പനല്ല എന്ന ബോധ്യത്തിൽ നിൽക്കുന്ന ഇക്കണ്ടക്കുറുപ്പിന് മമ്മദുഖാൻ തമ്പുരാന്റെ ഉത്തരവ് വായിക്കാൻ നൽകുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കുരിക്കാട്ടു കോവിലകം പണി നടത്തിയിരുന്ന മൂത്താശാരി പറങ്ങോടന്റെ പുരയ്ക്ക് പടിഞ്ഞാറ് വശത്തുണ്ടായിരുന്ന പണിപ്പുര രാത്രി പാതിരയ്ക്ക് ശേഷം തീപിടിച്ചു. സമീപ സ്ഥലത്തെത്തിയപ്പോൾ തീ കെടുത്തുവാൻ വയ്യാത്ത നിലയിലായിരുന്നു. വിലപിടിച്ച പല ഉരുപ്പടികൾ കത്തിപ്പോയതുകൊണ്ട് മൂത്താശാരിക്ക് വലിയ നഷ്ടം നേരിട്ടു എന്നു മാത്രമാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് പുരയിലെങ്ങും അന്വേഷിച്ചപ്പോൾ പറങ്ങോടനെ കണ്ടില്ല. കിടന്ന പായ മടക്കിയിട്ടില്ല. തീ കത്തുന്ന സമയം കരിഞ്ഞ നാറ്റവും ധാരാളം പൊന്തി വരുന്നുണ്ടായിരുന്നു. കണിയന്നൂക്കാരൻ ഒരു ആശാരിച്ചെക്കൻ രാത്രി പറങ്ങോടന്റെ പുരക്കൽ ചെന്നിരുന്നുവെന്നും അവർ തമ്മിൽ വളരെ നേരം സംസാരിച്ചിരുന്നുവെന്നും കേട്ടു. പറങ്ങോടന്റെ പെട്ടിയിലുള്ള സാധനങ്ങൾ പുറത്ത് വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ആശാരിച്ചെക്കനെ കാണാനുമില്ല. നീതിന്യായം നിലനിർത്തി പോരുന്ന തിരുമേനി സത്യാവസ്ഥ വെളിപ്പെടുത്തി രക്ഷിക്കുമാറാകണം. ഇതായിരുന്നു മമ്മദ് ഖാൻ കുറുപ്പിന് വായിച്ചു കേൾപ്പിച്ച വാറോലയിലെ ഉള്ളടക്കം. പറങ്ങോടന്റെ വീട്ടിൽ പോയത് ശരിയാണെന്നും താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നും കോപ്പനാകട്ടെ അപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്. കോപ്പൻ ഇവിടെ സംഭവിച്ച കാര്യം എല്ലാം ഇക്കണ്ടക്കുറുപ്പിനോട് തുറന്നു പറയുന്നുണ്ട്. കൂരിക്കാട്ട് കോവിലകം പണി കാണാനായി അവിടെ കയറുകയുണ്ടായി. അത് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ കണക്കിൽ ചെറിയ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു. മൂത്താശാരിയായ പറങ്ങോടനോട് ഈ കാര്യം പറയുകയും ചെയ്തു. പറങ്ങോടന്റെയും കോപ്പന്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർന്നത് അടുത്ത കാലത്തായിരുന്നു. പറങ്ങോടൻ കോപ്പനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒരു മോതിരം സമ്മാനമായി നൽകുകയും ചെയ്തു. തമ്പുരാന്റെ മുമ്പിൽ അപഹാസ്യനാവുന്നതിൽ നിന്ന് രക്ഷിച്ചതിന് പ്രത്യുപകാരമായി മുഴുവൻ വസ്തുവകകളും എഴുതി നൽകാൻ പ്രമാണം തയ്യാറാക്കി. പിറ്റേന്ന് രാവിലെ അത് കൈമാറാമെന്ന് വിശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം തിരികെ ചെല്ലാമെന്നുള്ള ഉറപ്പിലേക്ക് കോപ്പന്റെ ഉളിയും അവിടെ വെപ്പിച്ചു. ബന്ധുക്കൾ കാണാതിരിക്കാനാണെന്ന് പറഞ്ഞ് മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് പറഞ്ഞയച്ചു. ഇത്ര മാത്രമേ തനിക്കറിയാവൂ എന്നും തീ പിടിച്ചതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും കോപ്പൻ ഇക്കണ്ടക്കുറുപ്പിനെ ബോധിപ്പിക്കുന്നു. ഉളി അവിടെ വെച്ച് കണ്ടെത്തിയതാണ് കോപ്പനെതിരെയുള്ള പ്രധാനപ്പെട്ട തെളിവ്. കുറുപ്പ് എന്ത് ചെയ്തു? കോപ്പന്റെ വീട്ടിലെത്തി വീട്ടുകാരുടെ മൊഴിയെടുത്തു. പറങ്ങോടന്റെ കുടുംബവുമായി കോപ്പന്റെ കുടുംബത്തിനുള്ള പൂർവ്വ വൈരാഗ്യത്തെ പറ്റിയിട്ടും ഇക്കണ്ടക്കുറുപ്പ് ചോദിച്ചറിഞ്ഞു. മമ്മദ് ഖാൻ ഇതൊക്കെ തെളിവായിട്ട് എടുത്തിട്ടാണ് കോപ്പനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇവയൊന്നും കൊല ചെയ്തു എന്നതിന്റെ തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്നും കുറുപ്പ് വിശ്വസിച്ചു. ഒടുവിൽ കുറുപ്പ് പറങ്ങോടന്റെ വീട്ടിലെത്തി പരിശോധിക്കാൻ തുടങ്ങി. അകവും പുറവും പരിശോധിച്ചതിൽ കണക്കിൽ അല്പം വ്യത്യാസം കാണുകയും ഒരു രഹസ്യ അറ വീട്ടിനുള്ളിലുണ്ടെന്ന നിഗമനത്തിലെത്തുകയും ചെയ്തു. തീ പിടിച്ച വിധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എന്ന മട്ടിൽ മൂത്ത ആശാരിച്ചിയോട് കുറച്ച് വൈക്കോല് കൊണ്ടുവന്ന് തീയിടാൻ വേണ്ടി പറഞ്ഞു. വൈക്കോലിന് തീയിട്ടു. മൂത്താശാരിച്ചിയോട് കുറുപ്പ് പെട്ടെന്ന് പറഞ്ഞു: പറങ്ങോടനെ കൊന്ന കാര്യത്തിൽ നിന്നെ വൈക്കോലിൽ ചുടുവാൻ തീർച്ചയാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നീ പുരക്ക് തീ പിടിച്ചേ എന്ന് അലറിക്കരയണം. അത് കേട്ട് തിരുമനസ്സിലേക്ക്
കരുണ തോന്നിയാൽ വിട്ടേക്കാം. ആശാരിച്ചി ഇത് കേട്ടപാടെ പറഞ്ഞതുപോലെ അനുസരിച്ചു. പൊടുന്നനെ മരിച്ചുപോയെന്ന് പറഞ്ഞ പറങ്ങോടൻ പ്രത്യക്ഷപ്പെട്ടു. കാര്യങ്ങൾ മനസ്സിലായ മമ്മദ് ഖാൻ കോപ്പനെ വെറുതെ വിട്ടു. കേസ് തെളിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മമ്മദ് ഖാൻ ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണ്ടക്കുറുപ്പ് പറയുന്നത് ഉളിയിൽ പതിപ്പിച്ച ചോര പുരണ്ട കൈപ്പാടത്തെക്കുറിച്ചാണ്. ആ കൈപ്പടം കൃത്രിമമാണെന്ന് സംശയം തോന്നിയതാണ് ഇതിന് കാരണം. കുറുപ്പ് പറയുന്നുണ്ട്, ആദ്യ ദിവസം താൻ പരിശോധിച്ചപ്പോൾ ഉളി അവിടെ ഇല്ലായിരുന്നു. ഉളി പിറ്റേന്ന് സംഭവ സ്ഥലത്ത് കിട്ടിയല്ലോ. അപ്പോൾ കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. ഉളിപ്പിടിയിൽ പതിഞ്ഞ കൈയിന് 6 വിരലുണ്ട്. കോപ്പന്റെ വലത് കൈയിന് 6 വിരലുണ്ട്. അത് ശ്രദ്ധിച്ച കുറ്റവാളി കോപ്പനെ കുടുക്കാൻ ചെയ്ത പണിയാണിത്. പക്ഷേ കോപ്പന് ഇടത് കൈക്കാണ് സ്വാധീനം. അതിനാണ് ബലമുള്ളത്. ബലമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള കൈയല്ലേ പ്രവൃത്തിയിൽ ചെയ്യാൻ ഉപയോഗിക്കുക. സ്വാധീനമില്ലാത്ത വലത് കൈകൊണ്ട് ഒന്നും ചെയ്യാനാകിയില്ല. പുരയുടെ മുറികൾ അളന്നപ്പോൾ ഒരു മുറിയുടെ വീതിയിൽ കുറവ് കണ്ടു. അപ്പോൾ ഇവിടെ ഇടഭിത്തിക്കുള്ളിൽ ഒളിക്കാനിടയുണ്ടെന്ന് ഊഹിച്ചു. പുറത്ത് ചാടിക്കാനായി പുകയിടുകയും ചെയ്തു. തമ്പുരാനെ, അടിയൻ അവനെ കൽപ്പിച്ചു കൂട്ടി ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചില്ല. ഒരു നേരം പോക്ക് കാണിച്ചുവെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറങ്ങോടൻ കേണപേക്ഷിച്ചു. പക്ഷെ രക്ഷയുണ്ടായില്ല. എല്ലാവരും കുറുപ്പിന്റെ ബുദ്ധിയെ അനുമോദിക്കുകയും ചെയ്തു. അങ്ങനെ നിരപരാധിയായ കോപ്പൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് അമ്പാടി നാരായണ പൊതുവാളിൻ്റെ ഉളി പിടിച്ച കൈ എന്ന കഥ. ആദ്യകാല കഥയായതുകൊണ്ട് ഭാഷാ സവിശേഷതകളിലും ഭാഷാ പ്രയോഗങ്ങളിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. മികച്ചൊരു കഥയായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയില്ലെങ്കിലും ആദ്യകാല കഥാകൃത്തുകളിൽ കുറ്റാന്വേഷണം എന്ന മേഖലയിൽ ശ്രദ്ധേയമായ സ്വാധീനം അമ്പാടി നാരായണ പൊതുവാൾ ചെലുത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതുകൊണ്ട് തന്നെ ഈ കഥയെ അതിൻ്റെ പ്രാധാന്യത്തോടെ കാണേണ്ടതുമുണ്ട്.